ഒരു വർഷത്തിലേറെയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷങ്ങൾ. ഹമാസ് നേതാക്കളെ ഓരോരുത്തരായിട്ടാണ് ഇസ്രയേൽ തീർക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഹമാസിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സിൻവാറിനെയാണ്. ഹമാസ് തലവൻ ഇസ്മൈൽ ഹനിയെ കൊലപ്പെടുത്തിയ സംഭവം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാനിൽ വെച്ചായിരുന്നു ഹനിയെ പ്രധാനമായും കൊല്ലപ്പെട്ടത്. അതും അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചായിരുന്നു ഈ ആക്രമണം. ദീർഘനാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടാണ് പിന്നീട് വന്നിരുന്നത്. ഹനിയ ഇറാൻ പ്രസിഡന്റ് പെസക്ഷിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തെഹ്റാനിൽ എത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഹനിയെ കൊലപ്പെടുത്തിയിരുന്നത്. ഹനിയെ വധിക്കാൻ ഇസ്രയേൽ തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തുവരുന്നത്. മാത്രമല്ല, ഒരു AC യൂണിറ്റാണ് ഹനിയുടെ വിധി നിശ്ചയിച്ചിരുന്നത്. ഹനിയെ താമസിച്ചിരുന്ന AC യൂണിറ്റ് തകരാറിലായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു മറ്റൊരു മുറിയിലേക്ക് ഹനിയെ മാറ്റിയിരുന്നത്. ഇതോടെ പദ്ധതി പരാജയപ്പെടുമെന്ന് തന്നെ ഇസ്രയേൽ ഉറപ്പിക്കുകയും ചെയ്തു. ഹമാസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഹനിയെ കൊല്ലാൻ ഇസ്രയേൽ തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് പോകുമ്പോൾ ഹനിയെ വധിക്കാൻ പദ്ധതി പ്രധാനമായും തയ്യാറാക്കിയിരുന്നത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പ്രധാന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ദൗത്യത്തിനായി ഇറങ്ങിയതും. ഇത് പ്രകാരം ഹമാസ് നേതാവ് ഹനിയയുടെ പേര് ഇസ്രയേലിന്റെ ടോപ്പ് ഹിറ്റ് ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇസ്മൈൽ ഹനിയൽ ഖത്തറിലാണ് താമസിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ അവിടെ വെച്ച് കൊല്ലുന്നത് ബന്ദി ചർച്ചകളെ അപകടത്തിലാക്കുന്നതുമാണ്. മാത്രമല്ല, ഇസ്രയേൽ മറ്റ് പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. തുർക്കിയിലോ മോസ്കോയിലോ ടെഹ്റാനിലോ വെച്ച് ഹനിയെ കൊല്ലാനായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന പദ്ധതി. പക്ഷേ തുർക്കിയിലോ റഷ്യയിലോ കൊല്ലപ്പെട്ടാൽ നയതന്ത്ര പ്രശ്നം സൃഷ്ടിക്കുന്നതിനാൽ ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഇറാനുമായി ഇസ്രയേൽ തുടർച്ചയായി സംഘർഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഇതിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. വടക്കൻ ടെഹ്റാനിലെ സാദത്ത് അബാദിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗസ്റ്റ് ഹൗസിലായിരുന്നു ഹനിയ തെഹ്റാനിലെത്തുമ്പോൾ പ്രധാനമായും താമസിച്ചിരുന്നത്. അവിടെ കനത്ത സുരക്ഷയുണ്ടായിട്ടും ഇസ്രയേലി ഇന്റലിജൻസ് അവിടെ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ഒടുവിൽ പ്ലാൻ ചെയ്ത പോലെ ഹനിയെ വധിക്കുകയും ചെയ്യുകയായിരുന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിനിടെ കഴിഞ്ഞ മെയിൽ ഹനിയെ വധിക്കാനായിരുന്നു ആദ്യത്തെ പദ്ധതി എന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ജൂലൈ അവസാനം മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഹനിയ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയുമുണ്ടായി. തുടർന്നാണ് വധിക്കാനുള്ള പദ്ധതി പ്രധാനമായും നടപ്പിലാക്കിയത്. AC യൂണിറ്റ് ഹനിയെ താമസിക്കുന്ന മുറിയിൽ നുഴഞ്ഞു കയറി ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് സ്ഥാപിച്ചിരുന്നു. ഇസ്രയേലെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഇതിനിടെ മുറിയിലെ AC യൂണിറ്റ് തകരാറിലാവുകയുണ്ടായി. ഇതോടെ മറ്റു മുറിയിലേക്ക് ഹനിയെ മാറ്റുമെന്ന ഇസ്രയേലിന് ഭയമുണ്ടായിരുന്നു. അതോടെ മാസങ്ങൾ നീണ്ട പദ്ധതി പൊളിയുകയും ചെയ്യും. പക്ഷേ AC യൂണിറ്റ് ശരിയാക്കുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ ഹനിയ മുറിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ആസൂത്രണം ചെയ്തതുപോലെ തന്നെ പുലർച്ചെ 1:30 ഇസ്രയേൽ സ്ഥാപിച്ച IED പൊട്ടിത്തെറിക്കുകയാണ്. സ്ഫോടനത്തിൽ ഹനിയ തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു. ഇറാൻ സുരക്ഷാ സേനയെ പോലും മറികടന്നാണ് ഇസ്രയേൽ ഹനിയയുടെ മുറിയിൽ കടന്നുകയറി സ്ഫോടക വസ്തു സ്ഥാപിച്ചിരുന്നത്. ഈ സംഭവം ഇറാന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയതും. ഹനിയയുടെ കൊലപാതകം ഇസ്രയേലാണ് ചെയ്തതെന്നതിൽ സംശയമില്ല. പക്ഷേ ഈ സംഭവത്തിൽ അന്ന് ഇസ്രയേൽ പ്രതികരിച്ചിരുന്നുമില്ല. ഹനിയയുടെ മരണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സമ്മതിക്കുകയും ചെയ്തു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സാണ് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്ത് രംഗത്തെത്തിയത് ഇതാദ്യമാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇസ്രയേൽ തന്നെയാണ് ഹനിയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രയേൽ ഭരണകൂടം ഇതാദ്യമായിട്ടാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയത്. ഞങ്ങൾ ഹൂതികളെ ശക്തമായി ആക്രമിക്കുകയും അവരുടെ നേതൃത്വത്തെ ശിരച്ഛേദം ചെയ്യുകയും തന്നെ ചെയ്യും. ഹനിയ, യഹ്യ സിൻവാർ, ഹസൻ നസ്രുള്ള എന്നിവരെ ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ വെച്ച് ഞങ്ങൾ വധിച്ചതുപോലെ ഹൂതി നേതൃത്വത്തെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് കട്സ് വെളിപ്പെടുത്തിയത്.